ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ കൊല്ലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെ ജ്യോതിഷ് ഉണ്ട്, സന്ദീപ് ഉണ്ട്, റിസുനുണ്ട്, ജിഷ്ണുണ്ട്. നമ്മൾ അനന്തുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ എത്ര മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്? 3 മണിക്ക്. 4 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. എല്ലാവരും കുറച്ച് ടയേർഡാണ്, ഉറങ്ങിയിരിക്കുകയാണ്. ഇത് എക്സ്പ്രസിന്റെ പേരാണ് വഞ്ചിനാട് എക്സ്പ്രസ്. നിങ്ങൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം വ്ളോഗ് ചെയ്യുന്നത്. അതിന്റെ ഒരു വൃത്തികെട്ട ഒരു ലക്ക് ഉണ്ട്. ലൈക്ക് ഒരു ഓക്കെ ആയിരിക്കില്ല. ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. അതിന്റെ എന്താ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇനി ഗോവിത്ത ഫ്ലോ ആവും. ഇനി ഞങ്ങൾ ബാക്കി അവിടെ പോയിട്ട് കാണിക്കാം. ഈ വണ്ടി ഇപ്പൊ സ്ലോ ആയിട്ടാണ് പോകുന്നത്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ബെല്ലൈക്കണം തട്ടണം. പിന്നെന്താണ് ചെയ്യേണ്ടത്? ഷെയർ ചെയ്യണം. ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരെയും ഇൻഫ്ലുവൻസർ ഒക്കെ ആക്കുക. എല്ലാവരും ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും ഒരു ഉപകാരം ആയിക്കോട്ടെ. ബാക്കി അവന്റെ വീട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ ഈ ടാറ്റ കാണിക്കുന്ന ഒരെണ്ണം പോലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് എന്തായാലും ചാനലിൽ. ഗൈസ്, നമ്മൾ കൊല്ലം എത്താറായപ്പോ ഇവിടെ ഓരോ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ മേക്കപ്പ് ആണ്. കൊല്ലത്തിന്റെ ബോർഡ് കാണുന്നില്ല. കൊല്ലം കൊല്ലെത്തി. കൊല്ലം എത്തിയില്ലേ ജ്യോതിഷ്? ജിഷ്ണു സന്ദീപും പോകും. എത്തി. ഞങ്ങളിവിടെ അനന്തുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അനന്തു വന്നിട്ട് നമുക്കിനി അവനെ കാണിക്കാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്തി. നമ്മൾ ആരെ കാണാനാണോ വന്നത് അവനെ കാണാനെത്തി. ഹായ് അനന്തു. ഹായ് വ്ളോഗാണ്. ഓക്കെ, ഞാനൊന്നും ഒരു റിയാക്ഷൻ ഇല്ല. ഹായ് ഗായ്സ്, ഞങ്ങൾ അങ്ങനെ അനന്തുവിന്റെ വീട്ടിലെത്തി. ഹലോ ഗായ്സ്, ഞങ്ങൾ അനന്തുവിന്റെ വീട്ടിലെത്തി. പുട്ടും കടലയും പഴവും കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി കടലക്കറിയായിരുന്നു. നമ്മൾ വീട്ടുകാരെയൊന്നും കാണിക്കുന്നില്ല, കാരണം പ്രൈവസി അവർക്ക് അറിയില്ലല്ലോ. നമ്മൾ അങ്ങനെയല്ല, അവർക്കത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കയറിയിട്ട്, അതും ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം അതിൻ്റെതായ കുറേ ഹോം ടൂർ, അതും നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ. പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമ്മളൊരു വീട്ടിൽ ഗസ്റ്റായിട്ട് പോകുമ്പോൾ ആ ഒരു ഇത് ഫോളോ ചെയ്യണ്ടേ. ഇപ്പം റിസ്വിന് എക്സാം എഴുതണം അപ്പുറത്തെ റൂമിൽ. പിന്നെ ഇവിടെ കുറേ എണ്ണം ഉണ്ട്, അതൊന്നും മെയിൻ ചെയ്യണ്ട. പവിത്ര ഉണ്ട്. അനന്തു, ഇതാണ് എവിടോ അനന്തു. ഓക്കെ ഗൈസ്, ഇതാ അനന്തു. ആരും വരില്ല. റിസ്വിന് എക്സാം എഴുതുന്നത് കാണിച്ചു തരാം കേട്ടോ. ഒരു വാവ കൊച്ചുണ്ട്. വാവയുടെ ഫുൾ ഡ്രസ്സുകളാണ് ഇവിടെ. പാവ എക്സാം എഴുതിക്കോട്ടെ, എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞങ്ങള് മൺട്രോത്തുര്യത്തിൽ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് കാണിച്ചു. ഹായ് ഗായ്സ്, നിങ്ങൾ ഗസ് ചെയ്യും ഞങ്ങളിപ്പോ എവിടെയാണ്. ഞങ്ങളിപ്പോ അനന്തുവിന്റെ വീട്ടിൽ വന്നിട്ട് തോടാ, അതില് നമ്മൾ ഈ തോണീനെ ഇങ്ങനെ പിടിച്ച് പോണം. അതാണ് ടാസ്ക്. ഓക്കെ, ഞാൻ പിടിക്കട്ടെ. എന്റെ വീഡിയോ എടുക്ക്. എത്തിയോ ഇത്ര പെട്ടെന്ന്? ഈ പരിപാടി കാണാം. 3 ലെയർ സൺസ്ക്രീൻ കഴിഞ്ഞല്ലേ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ കനാൽ ഇങ്ങനെ കടന്നു വന്നിട്ട് നേരെ ഇനി ബീച്ചിലാണ് പോണത്. വാട്ട് ക്രിയേറ്റർ. ഇതാണ് കേരളം. വാട്ട്. ഇനി ഞങ്ങള് ഇവിടെ നിന്ന് പോവാണ്.
ഞങ്ങൾ ഇനി നേരെ പോണത് ബീച്ചിലേക്ക്. അത് കടന്നു വന്നു, ഇനി ബീച്ചിൽ പോവാ. സൂപ്പർ ഡ്രസ് മിസ് ചെയ്തു. അയ്യോ സാരില്ല. തടാ നമ്മൾ കൊല്ലം ബീച്ച്. ഞാനിപ്പം ബീച്ച് എന്ന് പറഞ്ഞപ്പോ ഇത്ര അടിപൊളിയാന്ന് വിചാരിച്ചില്ല. സൂപ്പർ. ബിക്കോസ് പാലക്കാട് ബീച്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് ബീച്ച് കണ്ടാലും വാവ് അത്ര ഉള്ളൂ. നല്ല ബ്ലൂ കളർ ബീച്ച് വിത്ത് നോ സ്മെൽ. അയ്യോട്ടടാ ഞാൻ എന്നെ പേടിക്കണ്ട. സൺ ടാൻ ഒക്കെ ഉള്ളതുകൊണ്ടാണ്. നോക്ക് നോക്ക് ബീച്ച് അങ്ങോട്ട് നോക്കിയോ എന്നെ പിടി നോട്ടെ അങ്ങനെ അങ്ങോട്ട് 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 ഉള്ളി എടുക്കട്ടെ. കൊള്ളാട്ടാ. ഞങ്ങളുടെ നാട്ടിലൊന്നും വന്നാൽ കൊള്ളായിരുന്നു. നോക്ക് ഞങ്ങളിപ്പോ എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മള് ജങ്കാറിലാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇവിടെ ഇങ്ങനെയല്ല. നമ്മളിപ്പോ എവിടെയാ? നമ്മളിപ്പോ എവിടെയാ? ജങ്കാറില. ഈ പ്ലേസിന്റെ പേരെന്താ? പെരുമൺ. ആ പെരുമൺ. നമ്മളിപ്പോ എവിടെ പോകുന്നേ? മൺറോട്ട് തുരുത്തില് പോവാൻ വേണ്ടിട്ട് ജങ്കാറില് വണ്ടി നിങ്ങളൊക്കെ ലുക്കൊക്കെ മാറി നല്ല റെഡി ആയിട്ട് വരെയാണ്. This is the place and here is the owner of the phone. This is we don't know who is that. ബാക്ക് ക്യാമറ It's me. ഞാൻ പറയട്ടെ ഞങ്ങള് സ്ഥലത്ത് പോയിട്ട് ഇനി കയാക്കിങ് ചെയ്യുന്നത് കാണാം. പൊന്മാൻ മൂവിയില്ലേ? പൊന്മാൻ മൂവിയിലെ സ്ഥലമല്ലേ തലവെട്ടി. പൊന്മാൻ സിനിമയിൽ തലവെട്ടിച്ചിറന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്റെ വ്ളോഗ് ഞാൻ ഇതൊന്നും ഇടില്ല. പൊന്മാൻ സിനിമയിലെ തലവെട്ടി ചിറയിക്കാൻ പോകുന്നത്. ഇപ്പൊ ജംഗൽ മൂവിയാണ്. ഫോട്ടോ എടുക്കാനുള്ള അവിടേക്ക് കാണാം. ഹലോ ഗൈസ്, നോക്ക് ഞങ്ങളൊക്കെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റായി. ഞങ്ങളിപ്പോ മണ്ടോത്ത് തുരുത്തിലെത്തി. നമ്മള് കയാക്കിങ്ങിന് പോവാണ്. ഓക്കെ, എന്ത് ഭംഗിയാന്ന് കാണാൻ. വാവ്, ഇവരൊക്കെ റെഡി ആയിരിക്കുന്നു. അനന്തു ക്യൂട്ട്. അവര് പോവാണ്. ഹായ് പറ. എവിടെ? കുറച്ചും കൂടെ ബൈ ബൈ. ഇടിക്കല്ലേ. നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല വ്യൂ ആണ് ഞാൻ കാണുന്നത്. ദിസ് ഇസ് ഹെവൻ, ട്രൂലി ഹെവൻ. സൂപ്പർ മീൻസ് സൂപ്പർ. കയാക്കിംഗ് എക്സ്പീരിയൻസ് സൂപ്പറാ. എടാ നിന്റെ ഫോണ് ഫോട്ടോ എടുത്തു കൊടുക്കാം. അവരുടെ പെട്ടെന്ന് പറഞ്ഞു വാ, കൂടെ പിടിച്ചാലേ ഫോട്ടോ കിട്ടും. റെയിൻബോ പഴയ അവിടെ പോയിട്ട് വരും.
വന്നോ ഹലോ ഗൈസ്, ജംഗാറിലെ ബാക്ക് ടു കൊല്ലം പോവാണ്. അടിപൊളി കയാക്കിംഗ്, സൂപ്പർ ഹെവൻ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായില്ലേ? എല്ലാവരും ടയേർഡാണോ അതിന്റെ ഒരു ഇതാണ്, പക്ഷെ കുഴപ്പമില്ല. ഞാനിപ്പോ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണോ അതോ ഫുഡ് കഴിച്ചിട്ട്? ആക്ച്വലി ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് കുറച്ച് ക്രിഞ്ച് ആയിരിക്കും, ബോറായിരിക്കും. ബട്ട് സ്റ്റാർട്ടിങ് അല്ലേ, ഇനി ഞാനത് ഓക്കെ ആക്കിക്കോളാം. എല്ലാരും കുറച്ച് സപ്പോർട്ട്. എല്ലാവരും കയാക്കിയത് ടയേർഡാണ് ഗൈസ്. ഓക്കെ, ഇനി ഫുഡ് കഴിക്കുമ്പോ കാണാം. ഹലോ ഗൈസ്, നിങ്ങൾ പറ ഞാനിപ്പോ എവിടെയാണെന്ന്? ആമീൻ കൊല്ലം ബീച്ച് അല്ലേ? കൊല്ലം ബീച്ച്. ഞങ്ങളുടെ കയാക്കിങ് കഴിഞ്ഞു, ഡിന്നർ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങള് ഡിന്നർ എവിടുന്ന കഴിച്ചു? റമീസ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. വയറൊക്കെ ഫുള്ളായി. നമ്മളിപ്പോ ബീച്ച് വൈബിന് വന്നതാണ്. ഇനി നൈറ്റ് 1:30 ട്രെയിൻ. കയാക്കിംഗ് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് എല്ലാവരുടെ എക്സ്പീരിയൻസ് വെക്കാം. ഫസ്റ്റ് ആനന്ദു, ഇവനാണ് ഞങ്ങളെ കൊണ്ടുവന്ന്. നല്ല ഹോസ്പിറ്റാലിറ്റി, സൂപ്പർ അടിപൊളിയായിരുന്നു. താങ്ക് യു ആനന്ദു. എന്താണ് എക്സ്പീരിയൻസ്? 5 സ്റ്റാർ റേറ്റിംഗ്. ഓക്കെ, ഇനി സന്ദീപ്. നല്ല ട്രിപ്പായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തില്ലേ? എല്ലാം പൊളിയാണ്, സൂപ്പർ. എല്ലാം അടിപൊളിയാണ്. ഞാൻ കയാക്കിന് വരുന്നില്ല എന്ന് വിചാരിച്ചാണ്, പക്ഷെ ഞാൻ നല്ല എൻജോയ് ചെയ്തു. എല്ലാം സൂപ്പർ ആയിരുന്നു. ഭയങ്കര നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു ഫ്രം അനന്തു. നല്ല എന്നെ കാണിക്കും. നല്ല ഫുഡായിരുന്നു, പിന്നെ നല്ല പ്ലാനിങ് ആയിരുന്നു. നല്ല പ്ലാനിങ് ആയിരുന്നു. നമുക്ക് ഒരു മിനിറ്റ് പോലും ലൈക്ക് ഒരു വരണ്ടായിരുന്നു, അങ്ങനെ ഒരു ഫീലേ വന്നില്ല. സൂപ്പർ ആയിരുന്നു. ടൈം നമുക്ക് ഭയങ്കര അയ്യോ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഫീൽ. പക്ഷെ റഷ് ചെയ്ത പോലെ തോന്നുന്നില്ല. ആക്ച്വലി ഞങ്ങളുടെ പ്ലാനിങ് കറക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ ടൈമിംഗ് പ്ലാനിങ്ങിന്റെ ഫുൾ ഞങ്ങളുടെ ഈ മാൻ ബോട്ട് സന്ദീപിനാണ്. അതെ, അപ്പൊ ഇടുക്കി ആദ്യമായി ട്രെയിനിൽ കയറി എക്സ്പീരിയൻസ് എല്ലാം അടിപൊളിയാണ്. മതി. ഓക്കെ, അങ്ങനെ ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതിലൊന്നും ഉണ്ടാവില്ല. ആക്ച്വലി കുറെ ലാഗ് ആയിരിക്കും, എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ഇൻഅപ്രോപ്രിയേറ്റ് ആയിരിക്കും. ലൈക്ക് എനിക്കറിയില്ല, ഞാൻ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് അതിന്റേതായ എല്ലാം ഉണ്ടാവും. ജസ്റ്റ് ഫോർ മെമ്മറി പർപ്പസ് വി ആർ സ്റ്റോറിങ് ഇറ്റ്, അത്രേ ഉള്ളൂ. എല്ലാവരും ഉണ്ടല്ലോ. അപ്പോ താങ്ക് യു. ദിസ് ഇസ് ദ ബെസ്റ്റ് മെമ്മറി. മൺട്രോത്ത് തുരുത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഹാപ്പി. അന്തുന്റെ ഫാമിലിനെ കാണിക്കാൻ പറ്റിയില്ല. അവന്റെ ഹോസ്പിറ്റാലിറ്റി സൂപ്പർ ആയിരുന്നു. നല്ല മെമ്മറബിൾ ഡേ ആയിരുന്നു. സോ നമ്മുടെ ലൈഫിലെ ഒരു നല്ല ഡേ ആണ്. April 5. സീരിയസ്ലി കയാക്കിംഗ് സൂപ്പർ ആയിരുന്നു. കയാക്കിങ്ങിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ബിക്കോസ് ഞങ്ങൾക്ക് ഫോണില്ല അവൈലബിലിറ്റി. പിന്നെ ഓരോരുത്തരുടെ ലെഫ്റ്റും റൈറ്റും പോവായിരുന്നു, അതിന്റെ ഒരു ഇത്. ബട്ട് സൂപ്പർ. ഉള്ള വീഡിയോ ഇൻക്ലൂഡ് ചെയ്ത് അറിയണ പോലെ എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ പുറത്തു വരും. നല്ലൊരു മെമ്മറി പർപ്പസിന് ആർക്കൈവ് ചെയ്ത് വെക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, അടിച്ചു പൊളിച്ചു. ടാറ്റാ, ബൈ. ഇങ്ങനെ ക്യാമറ